നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. എനിക്കറിഞ്ഞൂടവനെ. ചേട്ടാ സമയമില്ല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ശ്രീ വിനായക ഏജൻസീസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണോ? വെട്ടൂർ സ്കൂളിൽ. വെട്ടൂർ സ്കൂളിലല്ലേ? വെട്ടൂർ. അപ്പോൾ ഞങ്ങളുടെ കൈവശം പാണൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ട് നമ്മളെ വീട് മറ്റ് സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും സിമൻറ്റ്, മണൽ, അതുപോലെ തുടങ്ങി പെയിൻറ്റ് ഉൾപ്പെടെ എല്ലാം ലഭിക്കുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. വെട്ടൂർ സ്കൂളിലെ കുട്ടികൾ വെട്ടൂർ സ്കൂളിൻ്റെ അഭിമാനമായി മാറണം. ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഓക്കെ, അവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരായിരുന്നു? അറിയത്തില്ല. അമ്മയ്ക്കൊരവസരം. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. എനിക്കറിഞ്ഞൂടവനെ. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ചേട്ടാ സമയമില്ല. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. അല്ല. എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? എനിക്കറിഞ്ഞൂടാ. ശങ്കരക്കുറുപ്പ്. അറിയത്തില്ല. ഐ ഡോണ്ട് നോ. അറിയത്തില്ല. ചേച്ചിക്ക് ഒരു അവസരം കൊടുക്കുക. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല അല്ല. നെൽസൺ മണ്ടേല അറിയത്തില്ല. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? എനിക്കറിഞ്ഞൂടെ പൊന്നുമോനെ. അതൊന്നും എന്നോട് എനിക്കറിഞ്ഞൂടാ. അറിയത്തില്ല. ഇല്ല. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? എനിക്കറിഞ്ഞൂടാ. നോബൽ സമ്മാനം നേടി സെക്കൻഡ് രാമാനുജൻ അല്ല, രാമാനുജനല്ല. നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ശ്രീ വിനായക ഏജൻസീസ് പാണൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം വിലക്കുറവിൽ ലഭിക്കുന്ന സ്ഥാപനമാണ് ശ്രീ വിനായക ഏജൻസീസ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ. ഉറപ്പാണ്? ഉറപ്പാണ്. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ആ. പേരെന്താണ്? പേര് ഷിബു എന്നാണ്. ഷിബു. എവിടെയാണ് സ്ഥലം? ചെമ്മരുതി. ചെമ്മരുതിയിലുള്ള ഷിബുവാണ് സമ്മാനം നേടിയിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറാണ്. ഞങ്ങൾ സ്കൂൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, സ്കൂളിൽ പഠിച്ചിറങ്ങിയവരുടെ അടുത്ത് ചോദിച്ചു. എന്നാലും അന്നേ നമ്മൾ സ്കൂളിൽ കാണാപ്പാടം പഠിച്ചതാണ് അല്ലേ? അതെ. ഈ ഒരു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ ഒരു പേര്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനം കൈമാറുകയാണ്. റെഡക്സിൻ്റെ സൂപ്പർ ഒരു പെർഫ്യൂമാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും
ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും. അപ്പോൾ ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫൽ ഗാന്ധിമുക്കിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.